കഴിഞ്ഞ 2 മണിക്കൂറിലേറെയായി ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ 5 വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ്. 4 വിനോദസഞ്ചാരികളും ഒരാൾ അതിൻ്റെ ഓപ്പറേറ്ററുമാണ്. 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ അതിലുണ്ട്. അവരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷാദൗത്യത്തിന് ഫയർഫോഴ്സ് ഉണ്ട്. ഫയർഫോഴ്സിൻ്റെ അനുമതി കുറച്ചു സമയം മുൻപാണ് ലഭിച്ചത്. അതിനുശേഷം ആ ദൗത്യം വളരെ ഊർജിതമായി വളരെ ഫാസ്റ്റായി പുരോഗമിക്കുകയാണ്. ആദ്യത്തെ ആളിനെ താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്നാണ് അവിടെ നിന്നുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് 24-നോട് അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇതൊരു സ്വകാര്യ റിസോർട്ടിൻ്റെ ഹൈഡ്രയാണ്. അതിലാണ് ഈ ആകാശ ഭോജനം എന്ന് പറയുന്ന പുതിയൊരു ആശയം കൊണ്ടുവന്നത്. ഈ ആശയം ഇതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്, രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യത്തെ ആളെ താഴേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. താഴെ എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫയർഫോഴ്സാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. 5 പേരാണ് ഈ ഹൈഡ്രയിലുള്ളത്. 120 അടിയോളം മുകളിലായിരുന്നു ഇവർ കുടുങ്ങിപ്പോയത്. അതിൻ്റെ ഹൈഡ്രയുടെ ഒരു സാങ്കേതിക തകരാർ, ആ ഹൈഡ്രോളിക് പ്രഷറിൻ്റെ സ്വിച്ച് തകരാറിലായതാണ് അതിന് കാരണമായത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ആദ്യത്തെ ആളിനെ താഴെ എത്തിച്ചു എന്നാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഒന്നാമത്തെ ആൾ, ആ ആകാശത്ത് കുടുങ്ങിക്കിടന്നയാൾ താഴേക്ക് എത്തിയെന്നാണ്. രാഹുൽ വിജയനുണ്ട്. രാഹുൽ, ആദ്യത്തെ ആളെ രക്ഷപ്പെടുത്തിയെന്നല്ലേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇടുക്കി ആനച്ചാലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു 5 പേർ. ആകാശത്ത് 120 അടി ഉയരത്തിൽ നിൽക്കുമ്പോഴുള്ള ആശങ്കയൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. 4 പേർ വിനോദസഞ്ചാരികൾ, 2ഉം 4ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ. അതിൽ ആദ്യത്തെ ആളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ അത് ഇപ്പോൾ വിജയത്തിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ജനപ്രതിനിധികളും നാട്ടുകാരും അടക്കമുള്ളവരുണ്ട്. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. അനുമതി കൊടുത്ത ശേഷം അതീവ ദുഷ്കരമായ ഒരു രക്ഷാദൗത്യത്തിലേക്ക് അവർ കടന്നു. പക്ഷേ അതിവേഗം അത് പൂർത്തിയാക്കാനാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. രാഹുൽ വിജയൻ ഉണ്ട്. രാഹുൽ, വിവരങ്ങൾ. ക്രിസ്റ്റീന, എന്തായാലും റോപ്പ് ഉപയോഗിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ രണ്ടാമത്തെ മാർഗം തേടിയിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഘത്തിന്റെ സഹായത്തോടു കൂടി ഈ ഡൈനിങ്ങിൽ റോപ്പ് കെട്ടി റോപ്പിലൂടെ ഒരാളെ താഴത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും രക്ഷാപ്രവർത്തനം അത് ഊർജിതമായിട്ട് തന്നെ നടത്തുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഇടപെടലാണ് ഇപ്പോൾ ഒരാളെ താഴെ എത്തിക്കാൻ വേണ്ടിയുള്ള ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഒരാളെ താഴെ എത്തിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ തന്നെ 5 പേരെയും താഴെ എത്തിക്കുകയാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. 2 കുട്ടികളുണ്ട്. ആ കുട്ടികളെ കൂടി താഴത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു ശ്രമകരമായ ദൗത്യം എന്നല്ലെങ്കിൽ പോലും ഒരു നമുക്ക് കണ്ടു നിൽക്കുന്നവർക്കെങ്കിലും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. 2ഉം 4ഉം വയസ്സുള്ള കുട്ടികളാണ്. അവരെ വളരെ സുരക്ഷിതമായി തന്നെ താഴേക്ക് ഇറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഒരുപക്ഷെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ തന്നെ ആ കുട്ടികളെയുമായി താഴേക്ക് ഇറങ്ങാനാണ് സാധ്യത. അവരെ തന്നെ റോപ്പിലൂടെ താഴത്തേക്ക് ഇറക്കില്ല. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതിൻ്റെ അകത്ത് ഇടപെട്ട് കുട്ടികളെ താഴേക്ക് ഇറക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഒരാളെ താഴെ എത്തിച്ചിട്ടുണ്ട്. മറ്റാളുകളെയും താഴേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിന് മുകളിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഓപ്പറേറ്റർ ഈ നടത്തിപ്പുകാരുടെ ഭാഗമായിട്ടുള്ള ആളുകൾ, അതിലെ ജീവനക്കാരൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിന് ഫയർഫോഴ്സ് എത്തിയപ്പോൾ അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഈ ഫയർഫോഴ്സ് സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് അവർക്കത് ചെയ്യാനും കഴിയും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇതിൽ കുടുങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രാദേശിക BJP നേതാവിന്റെയും അതുപോലെ തന്നെ CPM നേതാവിന്റെയും ഉടമസ്ഥതയിലാണ് ഈ സ്കൈ ഡൈനിങ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ പേര് വിവരങ്ങൾ പിന്നീട് ലഭ്യമാകുന്നതായിരിക്കും. നിലവിൽ എന്തായാലും CPM-ന്റെയും BJP-യുടെ നേതാക്കളാണ് ഇതിന്റെ 2 ഉടമസ്ഥരായി പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിന്റെ അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ അതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നത്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ആശ്വാസം എന്നത് കഴിഞ്ഞ ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി
അതിൽ കുടുങ്ങിയ ആളുകളെ താഴേക്ക് കൊണ്ടുവരാനുള്ള ഫയർഫോഴ്സിന്റെ ശ്രമം ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരാളെ താഴെ എത്തിച്ചിട്ടുണ്ട്. വീണ്ടും ഇവിടെ നിന്ന് താഴേന്ന് അതിലേക്ക് പോയി ഒരാളെ അങ്ങനെ ഓരോരുത്തരെയായി താഴേക്ക് കൊണ്ടുവരണം. കുറച്ച് സമയമെടുക്കുന്ന ഒരു രക്ഷാദൗത്യമാണെങ്കിലും അത് ഈ നിലയിലല്ലാതെ അത് പൂർത്തിയാക്കാൻ കഴിയില്ല. സാങ്കേതികമായി അത് താഴേക്ക് കൊണ്ടുവരാൻ, ആ ഹൈഡ്രോളിക് മെഷീൻ താഴേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതാണ് പ്രതിസന്ധി. ഒരു ടെക്നീഷ്യനൊന്നും ആ മട്ടിൽ അത് പരിശോധിച്ച് അതിൻ്റെ പ്രശ്നം പരിഹരിച്ച് താഴേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. ഇത് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിഷ്ണു മോഹൻ എന്ന അവിടുത്തെ പ്രദേശവാസിയായ ഒരാൾ നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. അദ്ദേഹം അവിടെയുണ്ട്. ഈ ദൃശ്യങ്ങൾ വിഷ്ണു മോഹനാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ എത്തിക്കുന്നത്. അവിടെ നിന്നും ഒരാളെ താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിൽ 2 കുട്ടികളടക്കം 2ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേര് അതിൽ ഉണ്ട്. 2.5 മണിക്കൂറിലേറെയായി അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഒരാളെ താഴെ കൊണ്ടുവന്നു. ബാക്കിയുള്ളവരെ ഇനി ഈ നിലയിൽ ഫയർഫോഴ്സിൻ്റെ ഇപ്പോൾ കൊണ്ടുവന്നത് എങ്ങനെയാണോ അതുപോലെ മറ്റുള്ളവരെയും താഴേക്ക് കൊണ്ടുവരും. ഏതായാലും അത് നമുക്ക് കുറേ ആശങ്ക അക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. 2-2.5 മണിക്കൂറായി ഇതിന് മുകളിൽ ഒരു അനിശ്ചിതാവസ്ഥയിൽ കഴിയുകയായിരുന്നു അവർ. വിനോദസഞ്ചാരികൾ അടങ്ങിയ ആ സംഘം അവർ കൂടുതൽ സമയം അതിൽ കുടുങ്ങിക്കിടക്കുന്നത് ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. അപ്പോൾ അവരെ താഴേക്ക് കൊണ്ടുവരാനുള്ള ഫയർഫോഴ്സിൻ്റെ ശ്രമം ഫലം കണ്ടു തുടങ്ങി, വിജയിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരാളെ വിജയകരമായി തന്നെ സുരക്ഷിതനായി തന്നെ താഴെ ഇറക്കിയിട്ടുണ്ട്. മറ്റുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും ആ ഫയർഫോഴ്സിലെ സേനാംഗം മുകളിലേക്ക് തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർ 24-ലൂടെ കാണുന്നത് അവിടെ വിഷ്ണു മോഹൻ എന്ന ആ പ്രദേശത്തുള്ള ഒരാൾ നമുക്ക് തത്സമയം നൽകുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.